കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ 45-ാം വാർഡാണ്. മെമ്പർ സനലാണ്. അപ്പം ഇത് കൊടിയൂരാറ് കോട്ടയം മുതൽ ആലപ്പുഴ വരെയുള്ള റൂട്ടാണ്. അപ്പം ഇത് ഈ വാർഡിൽ തന്നെ 5 പാലങ്ങളുണ്ട്. 5 പാലത്തിലും ഇതേ പ്രോബ്ലമാണ്. ഈ പാലം കയറി വേണം കുട്ടികൾക്ക് ബസ് കയറാൻ സ്കൂളിൽ പോകുന്നത്. ഇതിൽ നിന്ന് ഒത്തിരി പിള്ളേർക്ക് അപകടം വന്നിട്ടുണ്ട്. പിള്ളേർക്ക് തന്നെയല്ല വലിയവർക്ക് ഉണ്ടായിട്ടുണ്ട്. വൈകിട്ട് വരുമ്പോൾ കാണത്തില്ല അങ്ങനെ വരുന്നു. പിന്നെ ഈ പോള തിങ്ങി കിടക്കുന്ന കാരണം ഇവിടുത്തെ സാധാരണക്കാരായി ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇതിൻ്റെ അത് പോള തിങ്ങി കിടക്കുന്ന കാരണം അഴുക്കും വരുവാണ്. അതുപോലെ ഈ ബൈപ്പാസിൻ്റെ പാലത്തിൻ്റെ മേളിൽ നിന്ന് വേസ്റ്റുകൾ ഇടുന്നുണ്ട്. അത് ഇവിടുത്തെ പിള്ളേർക്ക് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുള്ള. നേരത്തെ കൊണ്ടുവന്ന് സെപ്റ്റി ടാങ്ക് തള്ളുമായിരുന്നു. അതിനിപ്പോൾ ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ച അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും അതേ വണ്ടികൾ വരുന്നുണ്ട്, തള്ളുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ പാലം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അവകാശമാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് ധൈര്യത്തോടെ അക്കരയ്ക്ക് കടന്ന് സ്കൂളിൽ പോകാൻ വേണം. ഇപ്പോൾ അങ്ങനെയല്ല, അച്ഛന്മാർ വന്നോ അമ്മമാരോ ഒന്നോ ഇവിടെ നിൽക്കണം പിള്ളേരെ നോക്കാൻ. അല്ല പിള്ളേർ വെള്ളത്തിൽ പോകും. സൈഡിൽ ഇത് ഒടിഞ്ഞിരിക്കുന്നു, അറിയാതെ വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. ക്രോസ് ബാർ പോയി. പാലത്തിൻ്റെ കുറ്റികളാണ് 4 2 ഒടിഞ്ഞു പോയി. അതും ഇരിക്കുന്നുണ്ട്. വന്ന് നന്നാക്കുന്നവർ കുറച്ച് പരിപാടി നടത്തും, കിട്ടും. നല്ല രീതി ഇതുവരെ നന്നാക്കി തന്നിട്ടില്ല ഞങ്ങൾക്ക്. കോട്ടയം മുനിസിപ്പാലിറ്റിയായിട്ട് ഒരു 4 കിലോമീറ്റർ ദൂരം ടൗണും ആയിട്ടുള്ള ബന്ധം. പക്ഷേ ഇതുവരെ ഇത് 45-ാം വാർഡ്. സനൽ കാണക്കാർ നയിക്കുന്ന ഒരു വാർഡാണ് ഇപ്പം. അദ്ദേഹം ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ കാര്യം. അപ്പം ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പുരോഗമനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ചെറിയ റോഡുകൾ, പോക്കറ്റ് റോഡുകളും കാര്യങ്ങളും. ഈ പാലം ടി കെ രാമകൃഷ്ണൻ ഇരുന്ന കാലഘട്ടത്തിൽ ഇതൊരു വലിയ അപകടാവസ്ഥ നിൽക്കുന്ന ഒരു ഈ പിള്ളേരെല്ലാം വെള്ളത്തിൽ ചാടുക അങ്ങനെയുള്ളൊരു ഹോബിയൊക്കെ ആയിട്ട് പിള്ളേർ വൈകുന്നേരം വന്ന് ഈ ആറ്റി ചാടുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഓടിച്ചു വിടും.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഇന്ന് വരെ ആയിട്ട് ഒരു പുരോഗമനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബൈപ്പാസ് വന്നതിന് ശേഷമുള്ള പുരോഗമനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും പോകാനുള്ള ബുദ്ധിമുട്ടും വാഹനങ്ങൾ വരാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. നിങ്ങൾക്കൊരു മേൽപ്പാലം അത്യാവശ്യമാണ്. ഒരു മേൽപ്പാലം അത്യാവശ്യം. ഇവിടെ നിന്നൊരു മേൽപ്പാലം, ഒരു വണ്ടി കയറുന്ന മേൽപ്പാലം അത്യാവശ്യമാണ്. ഇവിടെ നിന്ന് കയറുവാണെങ്കിൽ ടൗണിലോട്ട് പോകാനുള്ള എളുപ്പം, ആൾക്കാർക്ക് വരാനും പോകാനുള്ള സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലമാണ് ഈ പതിനാർച്ചിറ. അതായത് 2-3 വർഷങ്ങളിലും കൃഷിയും കാര്യങ്ങളും തോടുകളും ആറുകളും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയായ പ്രകൃതി സമ്പന്നമായ ഒരു സ്ഥലമാണ് പതിനാർച്ചിറ. ഇതിപ്പോൾ UDF ആണ്. അപ്പോൾ നിങ്ങൾ മന്ത്രിമാർക്കെല്ലാം നിവേദനം എല്ലാം കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? പരാതികൾ പറഞ്ഞ തിരുവഞ്ചൂർ MLA പുല്ലിയാണല്ലോ, അദ്ദേഹം പരിപാടി എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാറുമൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള ഒരു സംഭവം ഇതുവരെ ആയിട്ടില്ല. അതേ ഉള്ളൂ. ഇവരെല്ലാം വന്നു പോകുന്നു, കാണുന്നു. കാല് ദ്രവിച്ചിരിക്കുക. കാലില്ല ഇവിടെ. ഇതിന്റെ ഇത് മാറിപ്പോയി. ഇതിന്റെ അലൈൻമെന്റ് ഇതുണ്ട്. തോട്ടിൽ പോയി ആരും അറിയില്ല. പിള്ളേർ പിള്ളേർ സ്കൂളിൽ പോകുന്നത് ഈ തൂണിന്റെ പോയി വീണ് 2-3 പിള്ളേരുടെ കാലിന് ഇതായിട്ടുണ്ട്, കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മലരിക്കൽ അമ്പലവത്സവം നടക്കുന്ന പോലെ ഇവിടെ നടത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ ആമ്പലുണ്ട്, പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല, വഴിയില്ല. ഇവിടെ കൃഷി കഴിയുമ്പോൾ ഇവിടെ ആമ്പൽ കിളുക്കുന്നുണ്ട്, ഏക്കറേജ് കിളുക്കുന്നുണ്ട്. പക്ഷെ അത് കാണാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ആളും ചെല്ലും. ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. ഒരു ബസ് മാത്രമുണ്ട്. ഉണ്ടായിരുന്ന ഒരു ബസ് നിർത്തുകയും കൂടെ ചെയ്യും, റൂട്ടും നിർത്തി. ഇപ്പോൾ ഇവിടെയുള്ള പിള്ളേർക്ക് ഒരു മാർഗ്ഗവും ഇല്ല. നല്ല കിലോമീറ്റർ നടന്ന് നാട്ടകത്ത് എന്നിട്ട് വേണം പോകാൻ, സ്കൂളിൽ പോകാൻ വേണ്ടി. അത് ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു മേൽപ്പാലം കിട്ടുവാണെങ്കിൽ വഴിയും വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. ബസ് റൂട്ടൊക്കെ നിന്ന് ഇവിടെ നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. പിന്നെ ബസ്സിൻ്റെ കാര്യം പറഞ്ഞു. ബസ് ഇവിടെ 3 ബസ്സുണ്ട്. 2 ബസ് നിർത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രം പോട്ടെ. അത് നമ്മുടെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഒരുപാട് പരാതികളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എപ്പോഴും നടന്നാ പോകുന്നത്. പിന്നെ ഈ പാലം, ഈ വലിയ പാലം, ഈ പാലത്തിന്റെ കണ്ടാൽ മനസ്സിലാവും മുനിസിപ്പാലിറ്റിക്ക് ലേലം ചെയ്ത് കൊടുക്കാനുള്ള കേസ്. തീർച്ചയായും അങ്ങനെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു ബാധ്യതയായിട്ട് മാറി നിൽക്കുക. ഒരു വഴി വന്നാൽ തന്നെ നമുക്ക് അത് തന്നെ വീതി കൂട്ടാനും എടുക്കാനൊന്നും പറ്റത്തില്ലാത്ത രീതിയിലായിരിക്കും. ആ പാലം പൊളിച്ചിട്ട് വേണമെങ്കിൽ ഈ പാലം നന്നാക്കാം. ഏതൊന്നും കിട്ടിയാൽ മതി. ഇവിടുന്ന് ഒരു നല്ലൊരു റോഡ് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ സിമെന്റ് കവല ചെന്ന് കയറാം, അല്ലെങ്കിൽ ഈ ബൈപ്പാസ് കയറി മുട്ടിക്കാം. ഇവിടെ ഒരുപാട് പേര് ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ 150 വീടുകളുണ്ട്. അതുപോലെ അവിടെ നിന്നുള്ളവരും ഇങ്ങോട്ട് വരണം. എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം. 2 കിലോമീറ്റർ ഈ പാലം കിടക്കുന്ന ഡിസ്റ്റൻസ്. അതിലുള്ള പിന്നെ വെള്ളം ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ അങ്ങനെ എടുത്തോണ്ട് പോകും. നമ്മൾ വള്ളത്തെ വേണം കൊണ്ടുവരാൻ. വണ്ടി വരുമല്ല, വള്ളത്തെ വേണം ഇവിടെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ. വള്ളം ഇപ്പം ആരുടെ വീടുകളിലില്ല. പിന്നെ എടുത്തോണ്ട് വേണം പോകാൻ. 4 പേര് പോയാൽ ഇതുമായിട്ട് ഒഴിഞ്ഞു പോകും. ഇതുമായിട്ട് കണക്ട്, ഈ ബൈപ്പാസിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഇതിങ്ങനെ കറങ്ങി പോകണം. നാട്ടകത്തിൽ Thank you.